ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ ഇന്നിടുന്ന ഈ ഒരു വിശേഷം വരാനിരിക്കുന്ന വിശേഷമാണ്. നാളെയോ ഇന്നോ കാണിക്കുന്ന വിശേഷമല്ല, അത് നമ്മൾ മെയിൻ ചാനലിൽ എന്ന് വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ്. അപ്പൊ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനൊന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി എടുത്തു പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ആയിട്ടിട്ട സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അനാമിക കള്ളഗർഭവുമായിട്ട് ഇങ്ങനെ കുറെ നാളായിട്ട് നടക്കുക. അപ്പൊ ആ ഒരു കള്ളഗർഭം പൊക്കിയിരിക്കുകയാണ് ദേവയാനിയും നയനയും നവ്യയും കൂടെ ചേർന്ന്. അങ്ങനെ നമ്മുടെ അനാമികയെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തി കള്ളഗർഭമൊക്കെ കള്ളനാടകമൊക്കെ പൊളിച്ചടുക്കി. പക്ഷേ നമ്മുടെ ദേവയാനിക്കും നവ്യയ്ക്കും നയനയ്ക്കും കൂടി വേറൊരു പ്ലാനിങ്ങും കൂടി ഉണ്ട്. ഇപ്പൊ തൽക്കാലം ഈ കള്ളഗർഭം അങ്ങ് തുടർന്നു പോകണം. അത് നമ്മുടെ അനാമിക ആരോടും പറയാൻ പാടില്ല. അനാമികയെ കൊണ്ട് കുറച്ചു പേരെ മുതലെടുക്കാനും കുറച്ച് ആൾക്കാരുടെ കള്ളങ്ങൾ പൊളിക്കാനും ഒക്കെ സഹായിക്കും ദേവയാനിക്ക്. ആരുടെ കള്ളത്തരം? ജലജയുടെയും അഭിയുടെയും. അതുപോലെ തന്നെ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പല പല കാര്യങ്ങളാണ്, അതായത് ഒരിക്കലും ഒരു അച്ഛൻ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മുടെ അഭി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് നശിപ്പിച്ച് കളയണം എന്ന ആ ഒരു ചിന്തയോടുകൂടി ഓരോ ദുഷ്ടപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക ജലജയും കൂടെ ചേർന്ന്. അപ്പം അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു അവസാനം വേണമെങ്കിൽ നമ്മുടെ അനാമിക അവരുടെ കൂടെ നിൽക്കുന്നതാണെന്ന് അഭിനയിച്ചുകൊണ്ട് അനാമികനെ നിർത്തിയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞ അനാമിക ദേവയാനിക്കും നവ്യയ്ക്കും നയനയ്ക്കും ചോർത്തി കൊടുക്കണം. അപ്പൊ ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഈ ജലജയുടെയും അതുപോലെ ഈ അഭിയുടെയും വതുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലും തോറും കൂടി കൂടി വരികയാണ്. നമ്മുടെ ജലജയ്ക്ക് ഒരു വിചാരം മാത്രമേ ഉള്ളൂ, ആ വീട്ടിലെ സ്വത്ത് എങ്ങനെയെങ്കിലും സ്വത്ത് മുഴുവൻ കൈക്കലാക്കണം. ഈ അനാമികയ്ക്കും അത് തന്നെ ആയിരുന്നുവല്ലോ ഉദ്ദേശം. പക്ഷെ അനാമികയുടെ ഉദ്ദേശം നടക്കില്ല. അനാമികയുടെ കള്ളത്തരമൊക്കെ പൊളിഞ്ഞു. അപ്പം ദേവയാനി ഒരു ഓഫർ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഈ സാധനങ്ങൾക്കൊക്കെ ഓഫർ ഇടുന്നത് പോലെ നമ്മുടെ ദേവയാനി ഒരു ഓഫർ ഇട്ടു. നീ ഇതുപോലെ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ തട്ടിയും മുട്ടിയും കുറച്ച് നാൾ നിൽക്കണം. നിനക്ക് വേണ്ടത് എത്ര രൂപയാണെന്ന് വെച്ചാൽ നിനക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കും ജീവിക്കാനുള്ളൊരു തുക ഞാൻ തന്നേക്കാം. നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു തുക ഞാൻ തന്നേക്കാം. നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിയേക്കാം. പക്ഷേ കുറച്ച് ദിവസമല്ല, കുറച്ച് മാസങ്ങള് നമ്മുടെ നവ്യയ്ക്ക് കുട്ടി ജനിക്കുന്നത് വരെ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് ദേവയാനി പറയുന്നത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ ചെന്നിട്ട് ഇനി എന്താ കാണാൻ പോകുന്നത്? നമ്മുടെ ദേവയാനി അനാമികയെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണ്. പെട്ടെന്നൊരു മാറ്റം വരുമ്പം ജലജയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്തു പറ്റി? അനാമിക ഒത്തിരി പ്രതികരിക്കുന്നില്ല, അനാമിക ആരോടും വലിയ ദേഷ്യപ്പെടുന്നില്ല, നയനയോട് നിന്ന് മത്സരിക്കുന്നില്ല, നയന പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു, അതുപോലെ തന്നെ ദേവയാനി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ആകെപ്പാടെ ഒരു മാറ്റം, ഇവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഒരു മാറ്റമുണ്ട് നമ്മുടെ അനാമികയ്ക്കെന്ന്. പക്ഷെ അവർക്കും വ്യക്തമായിട്ട് അറിയില്ല. കാരണം അവരോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല. രേവതിയുടെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു സംഭവം അറിയില്ല. ഇപ്പൊ തൽക്കാലം അച്ഛനോടും അമ്മയോടും പോലും പറയരുത് എന്നാണ് അനാമികയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീടും പരിസരവും ഒക്കെ തുടച്ച് വൃത്തിയാക്കണം. നമ്മുടെ മൂർത്തിയുടെ പിറന്നാൾ ആഘോഷം വരികയാണ്. അപ്പൊ അവിടെ മുഴുവൻ തുടച്ച് എല്ലാം പരിസരവും വൃത്തിയാക്കണം. എന്നാ പിന്നെ മീനാക്ഷിനെ തിരിച്ചു വിളിക്കാം, വേലക്കാരി മീനാക്ഷിനെ തിരിച്ചു വിളിച്ചിട്ട് അവിടെ എല്ലാം ചെയ്യിപ്പിക്കാം. നമ്മുടെ നയനയെ കൊണ്ട് പറ്റില്ല അതുപോലെയുള്ള പണികളൊന്നും ചെയ്യാൻ ദേവയാനോട്ട് സമ്മതിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കുമാണ് ദേവയാനി പറയുന്നത്, എന്തിനാ തിരിച്ചു വിളിക്കണത്? ഇവിടെ ജോലി ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ, ജലജയുണ്ട്, ജാനകിയുണ്ട്, ഇനിയിപ്പൊ എന്തെങ്കിലും ചെയ്യാന് നയനയുണ്ട്, ഞാനുണ്ട്, നവ്യുണ്ട്, പിന്നെ ദേ നമ്മുടെ അനാമികയുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഇനിയിപ്പോ ഒരു വേലക്കാരിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് തന്നെ അങ്ങ് ചെയ്യാന്ന് പറയാം. പിന്നെ പറയാനുണ്ടോ? ബക്കറ്റും വെള്ളവും ഒക്കെ എടുത്ത് അനാമികയുടെ കയ്യിൽ കൊടുത്ത് ആ വീടും പരിസരവും എല്ലാം തുടച്ച് ക്ലീൻ ചെയ്യിപ്പിച്ച് നമ്മുടെ അനാമികയുടെ പത്തം ഇളകുകയാണ് കേട്ടോ. ഒരക്ഷരം കമാന്ന് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ജാനകി ജലജയോട് പറയുന്നുണ്ട്, ഇതെന്താണ് ജലജ, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെന്ത് പറ്റി? അനാമിക മോള് സാധാരണ പണിയൊന്നും ചെയ്യുന്നതല്ലായിരുന്നല്ലോ. സത്യം പറഞ്ഞ എന്റെ മരുമകളാണെങ്കിലും ഒരു കുടി മടിച്ചു തന്നെയായിരുന്നു അവള്.
പക്ഷെ ഇവക്ക് എന്താ പറ്റിയത്? ഇവള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജലജ പറയുന്നുണ്ട്, അത് പിന്നെ ചിലപ്പോ രേവതിയുടെ അമ്മ പറഞ്ഞു കാണും, 3 മാസമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ കുറേശ്ശെ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിക്കോ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു കാണുന്നു. ഹേയ്, അതിന് യാതൊരു വഴിയില്ല. ആ തള്ള മകളെ നേർവഴിക്ക് നടത്തില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ. ജലജെ, നീ ശ്രദ്ധിക്കുന്നുണ്ടോ? നവ്യ പറയുന്നതും നയന പറയുന്നതും ഒരക്ഷരവും മിണ്ടാതെ അക്ഷരം പ്രതി നിന്ന് അനാമിക അനുസരിക്കുന്നു. അപ്പോഴത്തേക്കും ജലജയ്ക്ക് ഇതൊക്കെ ഏടത്തിയുടെ എന്നല്ല, ജാനകിയുടെ തോന്നലായിരിക്കും, ജാനകി അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, നമ്മുടെ അനാമികയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ജലജയും ജാനകിയും ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ മോൾക്ക് എന്ന് ചോദിക്കുമ്പോ, എനിക്കൊന്നും പറ്റിയില്ല, അമ്മ എന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, മോൾ എന്തിനാ ഈ ജോലിയൊക്കെ ഇവിടെ നടന്ന് ചെയ്യുന്നത്? ഇന്നലെ വരെ മോള് ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പം ദേവയാനി മോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. അതുപോലെ നയനയും നവ്യയും പറയുന്നതെല്ലാം മോള് കേൾക്കുന്നു. അത് പിന്നെ ഞാനേ വെറുതെ സോപ്പിട്ട് നിൽക്കുന്നതാ അമ്മേ. നമ്മൾ എന്തിനായിട്ടാ ഒരു വഴക്കുണ്ടാക്കുന്നത്? അതുകൊണ്ട് ഞാൻ സോപ്പിട്ട് നിൽക്കുന്ന. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് സോപ്പൊക്കെ ഇട്ട് നിൽക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ എനിക്ക് ആ നയനയും നവ്യൊന്നും ഇപ്പം പ്രത്യേകിച്ച് ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ജലജയ്ക്ക് മനസ്സിലായി, എന്തോ സംതിങ് റോങ് ഉണ്ടല്ലോ, എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ടോ. എന്നാലും അത് പുറത്ത് പറയുന്നില്ല നമ്മുടെ അനാമിക. ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ നവ്യയും അനാമികയല്ല, ദേവയാനിയും ജലജയും അല്ല, പേരൊക്കെ മാറിപ്പോകുന്നു, നമ്മുടെ നയനയും കൂടെ, അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ നയനയും നവ്യയും ദേവയാനിയും കൂടെ അങ്ങനെ ഓരോരോ പ്ലാനുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ജലജ എന്തെങ്കിലും നമ്മുടെ നവ്യയെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ നവ്യക്കിട്ട് ജലജ ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. കാരണം പ്രസവമൊക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പൊ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അനന്തപുരി തറവാട്ടിലെ ഒരു വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കും. അനന്തപുരി തറവാട്ടില് ഇനിയിപ്പം ആ കുഞ്ഞുമായിട്ട് ജീവിച്ചു പോകേണ്ട വരും അതുകൊണ്ട് വേറെ ഒരു കാരണവശാലും വേറെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ അതിനെ ഉണ്ടാകുന്ന സമയത്തെങ്കിലും മാറ്റി കളയുകയോ കൊന്നു കളയുകയോ അങ്ങനെ ഡോക്ടറുമായിട്ട് ഒരു ഡീല് വെക്കുകയോ ഒക്കെ ചെയ്യാനാണ് ഇപ്പൊ ഇവര് ചെയ്യുന്നത്. കാരണം അല്ലാതെ കുഞ്ഞിനെ കൊല്ലാനോ കുഞ്ഞിനെ കളയാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ ഇവർ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനാമികേനെ കൂട്ടുപിടിക്കുകയാണ് ജലജ. അനാമികേനെ കൂട്ടുപിടിച്ചിട്ട്, നിന്റെ ശത്രു തന്നെയാണല്ലോ അവള്, അപ്പൊ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരെയൊക്കെ പരിചയം കാണുകയല്ലേ, അല്ലെങ്കിൽ നീയും കൂടെ കുറച്ച് പൈസ എടുക്കും, നമുക്ക് കുറച്ച് പൈസയും കൂടെ ഒക്കെ എടുത്തിട്ട് നമുക്ക് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും, ഈ അനന്തപുരി തറവാട്ടിൽ ആ കുഞ്ഞ് ജനിച്ചു വീഴാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വത്തുക്കളും പോകും, അതുപോലെ തന്നെ ഞങ്ങളുടെ ആഗ്രഹവും നടക്കില്ല, നിന്റെ ആഗ്രഹവും നടക്കൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇത് അനാമികയോടാണല്ലോ പറയുന്നത്. അപ്പം ഈ കാര്യം അനാമിക ആരോട് പറയുന്നു? നമ്മുടെ ദേവയാനിയോട് പോയി പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന് പറയുകയാണ്. അപ്പൊ ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ഇതായി പോയി കേട്ടോ നമ്മുടെ നവ്യക്ക്. കാരണം തന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി കുറെ നാൾ മുമ്പ് ശ്രമിച്ചിരുന്നുവെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കളയുക, താൻ അറിയാതെ ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുക, അത് ഒരിക്കലും ഒരു അച്ഛനും ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞ ഉടനെ ആകെ സങ്കടത്തിലിരിക്കുകയാണ് നമ്മുടെ നവ്യ. അപ്പൊ നവ്യനെ ഇങ്ങനെ ദേവയാനിയും നയനെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കനകദുർഗ വരികയും കനകദുർഗം ഈ കാര്യം അറിയുകയും പിന്നെ നമ്മുടെ കനകദുർഗ കുറച്ചു ദിവസം ആ വീട്ടിൽ നിൽക്കുകയാണ്. കുറച്ചു ദിവസം ആ വീട്ടിൽ നിന്ന് നമ്മുടെ അനാമികയ്ക്കും അതുപോലെ ജലജയ്ക്കും ജാനകിക്കൊക്കെ 8ന്റെ പണി കൊടുക്കുക. നമ്മുടെ കനകനെ കൊണ്ട് സാധിക്കും പണി കൊടുക്കാൻ, നന്നായിട്ട് കനകനെ കൊണ്ട് പണി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതിയും ആ വീട്ടിൽ കയറി പറ്റുകയാണ്. കാരണം രേവതി ആ വീട്ടിലേക്ക് വരുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ അനന്തപുരി തറവാട്ടില് നയനയ്ക്ക് കുറച്ച് സ്വർണം കൊടുത്തായിരുന്നല്ലോ. അപ്പം 100 പവനോളം സ്വർണ്ണമുണ്ട്. അപ്പൊ അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകണം. അപ്പൊ അതിനുവേണ്ടിയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ അനാമിക അതിന് സമ്മതിക്കുന്നുമില്ല. പക്ഷെ അനാമിക എന്താണ് സമ്മതിക്കാത്തതെന്ന് അറിയത്തുമില്ല ആർക്ക്? നമ്മുടെ രേവതിക്ക്. ഒടുവിൽ രേവതി ചോദിക്കുന്നുണ്ട് അനാമികയോട്, മോളെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ലാസ്റ്റ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അനാമിക പറയുകയാണ്, ഇതൊക്കെയാണ് സംഭവം, ഇനി നമുക്ക് ഇവിടെ നിന്നും മോഷ്ടിക്കാനോ എടുക്കാനോ ഒന്നും സാധിക്കില്ല അമ്മേ, നമ്മൾ വെറുതെ എന്തിനാണ് ഇനിയും മോഷ്ടിച്ച് മോഷ്ടാവ് എന്ന പേരും വരുത്തി വെക്കുന്നത്. ഇപ്പൊ എനിക്കൊരു വില ഇട്ടിട്ടുണ്ട് ഈ വീട്ടുകാര്, ഇവിടെയുള്ള അതായത് അപ്പച്ചിയും എന്നല്ല അമ്മായിയും അതുപോലെ തന്നെ നയനയും നവ്യയും ഒക്കെ ചേർന്ന് എനിക്കൊരു വില ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടുത്തെ ഒരു വേലക്കാരി മാത്രമാണ് എന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ ചങ്ക് തകർന്നു പോവുകയാണ് കേട്ടോ. അപ്പൊ സത്യങ്ങളൊക്കെ വെളിയിലായി.
ഇനിയിപ്പോ ആ തറവാട്ടിൽ വലിയ പിടിച്ചു നിപ്പില്ല എന്ന് മനസ്സിലായി. ആർക്ക്? നമ്മുടെ രേവതിക്ക്. ഏതായാലും രേവതി വേണുവിനോട് ഈ വിവരം പറയുകയാണ്. അപ്പം വേണു പറയുക, എങ്ങനെയും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുന്ന അടിച്ചു മാറ്റണം. ഈ സത്യം വേറെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് മോളെ നീ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യണം. അങ്ങനെ നമ്മുടെ അനാമികയെ വീണ്ടും പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത്, നീ ഇപ്പം അവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിൽക്കുക, അവർ പറയുന്നത് കേട്ട് നിൽക്കുക. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇതിനിടയിൽ അടിച്ചു മാറ്റണം. ഇപ്പൊ അടിച്ചു മാറ്റിയ സാധനങ്ങള്, സ്വർണ്ണമൊന്നും മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും അറിയത്തൊന്നുമില്ല. ഇപ്പൊ നിന്റെ ആ ഒരു മാല നമ്മൾ തന്നെയാണ് മോഷ്ടിച്ചത്. ഒരു 100 പവൻ ആദ്യം കൊടുത്തായിരുന്നല്ലോ, അതിൽ നിന്നൊരു നെക്ലേസ് മോഷ്ടിച്ചത് നമ്മൾ തന്നെയാണ്. ആ നെക്ലേസ് മോഷ്ടിച്ച വിവരവും നമ്മളാണ് ഇവിടെ പറഞ്ഞത്. ഇല്ലായിരുന്നു അത് വേറെ ആരും അറിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഒരു 100 പവന്റെ ഇടയ്ക്കുന്ന് ഒരു സ്വർണം എടുത്തെന്നും പറഞ്ഞുകൊണ്ട് ആരും അറിയാൻ പോകുന്നില്ല. അപ്പൊ അതും കൊണ്ട് തന്നെ കുറച്ച് സ്വർണം എവിടെന്നെങ്കിലും ഒക്കെ അടിച്ചു മാറ്റും മോള്. പോരുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ വേണമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറയാം. അല്ലാതെ അവര് ഒരു തുക ഇട്ട് കഴിഞ്ഞാലും അത് നമുക്ക് നല്ലതുപോലെ ജീവിക്കാം. നമ്മൾ ഇത്രയും നാൾ ആർഭാടമായിട്ട് ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമികയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ വീണ്ടും ഈ അനാമികയെ തള്ളയും തന്തയും കൊണ്ടുപോയി കുഴി ചാടിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. ചിലപ്പോൾ നമ്മുടെ ദേവയാനി എല്ലാം ക്ഷമിച്ചും സഹിച്ചും പുറത്തും പോയേനെ. നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടക്കും കേട്ടോ. അത് ഉള്ളതാണ് നമ്മുടെ കഥയില്. നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുകയും അനാമിക പുറത്താകുകയും ചെയ്യും. അപ്പൊ അനാമിക ഇതൊക്കെ ചെയ്താലല്ലേ അനാമിക പുറത്താകത്തുള്ളൂ. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത വിശേഷം നാളെ നമ്മളൊരു 12:30 ആകുമ്പം കഥയുമായിട്ട് വരാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ കഥയുടെ ഫുൾ വിശേഷം നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഫുൾ വിശേഷം കാണണം ഉള്ളവർ നമ്മുടെ മെയിൻ ചാനലിൽ പോയാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ വേദയുടെയും വിക്രമിന്റെയും കഥയും നമ്മൾ ഇതിനകത്ത് ഫുൾ വിശേഷം എന്നും ഇടുന്നുണ്ട്. അത് കാണാൻ ആഗ്രഹമുള്ളവര് നമ്മുടെ ഈ ഒരു കഥയുടെ ഈ കഥയ്ക്ക് മുമ്പായിട്ട് തന്നെ കിടപ്പുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ കയറി കാണുക. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.